Assalamualaikum, welcome back to my channel. അപ്പോൾ പാലക്കാട് ടു ബാംഗ്ലൂർ പോകുന്ന ഒരു മിനി വ്ളോഗായാലോ. അപ്പം ഞാൻ ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ബാംഗ്ലൂർ പോകുന്നത്. പെട്ടെന്ന് എനിക്ക് ഓഫീസിൽ നിന്ന് കോള് ഓഫീസിലേക്ക് റീജോയിൻ ആവണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് 6 മാസം മെറ്റർനിറ്റി ലീവ് കഴിഞ്ഞിട്ട് അവർ 4 മാസം ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു കേട്ടോ. പിന്നെ അവർ വിളിച്ചു, ഞാൻ 2 മാസം കൂടി ലീവ് അധികം ചോദിച്ചു, പിന്നെ വർക്ക് ഫ്രം ഹോമും ചോദിച്ചു, അവർ തന്നിട്ടില്ല. ബിക്കോസ് ഞാനൊരു ട്രെയിനറാണ്, ക്വാളിറ്റിയാണ്, ഞാൻ ഓഫീസിൽ പ്രസൻസ് എൻ്റെ വേണം. അപ്പം ഞാൻ അവിടെ എത്തി. അവിടെ എൻ്റെ വീടുണ്ട് കേട്ടോ, എൻ്റെ താത്ത ഉണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് ഉറങ്ങി റെസ്റ്റ് എടുത്തിട്ട് ഞാൻ ഓഫീസിൽ പോയി. അപ്പം ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഓഫീസ് റിസൈൻ കൊടുത്തു. എന്നെപ്പോലെ എത്ര പേരുണ്ടാവും കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ല മക്കൾക്ക് വേണ്ടിയിട്ട് ജോലി റിസൈൻ കൊടുത്ത് വീട്ടിലിരിക്കുന്നത്? അതെന്താ അത്ര വലിയ കാര്യമാണോ എന്ന് ചോദിക്കാം. പക്ഷേ ഒരു വർക്കിംഗ് വുമന് ലീവ് എടുത്ത് വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യം തന്നെയാണ്. അങ്ങനത്തെ ആളുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് യശസ്വിനിയാണ്, എൻ്റെ കോളേജ് ഫ്രണ്ടാണ് കേട്ടോ. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാണ് പഠിച്ചത്. അപ്പം അവൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഇപ്പം. ഇത് ലെക്സസ് മോൾ കോർമംഗലമുള്ളത്. ഫസ്റ്റ് ഫോറം മോളായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഇത് ലെക്സസ് മോളായിട്ട് മാറി. ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു എന്താ നൊസ്റ്റാൾജിയ, പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വരുന്നു. പിന്നെ ഞാൻ കോളേജിൽ പോകുമ്പം 1 രൂപ 2 രൂപ 5 രൂപ 10 രൂപയൊക്കെ പറക്കി വെച്ച് ഇവിടെ വന്ന് ബർഗർ കഴിക്കുന്നതും അതൊക്കെയാണ് കേട്ടോ ഓർമ്മ വരിക. നമ്മൾ 4 പേരായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ക്രിസ്മസ് സമയത്താണ് കേട്ടോ പോയിട്ടുണ്ടായത്. പിന്നെ അപ്പം കുട്ടികൾക്ക് ലീവ് ഉണ്ടായിരുന്നു, കോളേജൊക്കെ ഫുള്ള് ലീവ് ഉണ്ടായിരുന്നു. അപ്പം അവർ ഫ്രണ്ട്സിനെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പം ഓഫീസിൽ റിസൈനൊക്കെ കൊടുത്തു. അന്ന് നമ്മൾ തിരിച്ചു പോന്നു. അതേ ദിവസം തന്നെ നമുക്ക് ട്രെയിൻ കിട്ടിയപ്പോൾ നമ്മൾ തിരിച്ചു പോന്നു. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തി ഗൈസ്. ജോബ് റിസൈൻ കൊടുത്തതിൻ്റെ നല്ല വിഷമം എൻ്റെ മുഖത്തുണ്ടായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് നല്ല വിഷമമുണ്ടോ എന്ന്. പക്ഷെ ഞാൻ കാണുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് പിന്നെയും വർക്ക് ചെയ്യാമല്ലോ. പിന്നെ ഇപ്പം ഞാൻ യൂട്യൂബർ ആണല്ലോ അല്ലേ ഗൈസ്. എന്തായാലും നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അസ്സലാമു അലൈക്കും.